ഹലോ നമസ്കാരം. താരാസ് വണ്ടർക്ക് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ലഞ്ച് റെസിപ്പീസിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇപ്പോൾ പച്ചക്കറികളുടെ സീസൺ ആയതുകൊണ്ട് നമ്മൾ വെജിറ്റബിളിൻ്റെ കറികളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മാങ്ങാക്കറിയാണ് ആദ്യം വയ്ക്കണത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ മൂവാണ്ടൻ മാങ്ങ എടുത്തേക്കണം. നല്ല മൂത്ത് വിളഞ്ഞ നല്ല മാങ്ങയാണ്. അപ്പോൾ അതിന് നല്ല പുളിയുണ്ട്, നേരിയൊരു മധുരവുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടെണ്ണം എടുത്ത് പുളി കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് വെച്ചേക്കാണ്. പിന്നെ അതിലേക്ക് നമ്മളൊരു മീഡിയം സൈസിലെ 2 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നല്ല നൈസായിട്ട് അരിയണം സവാളയൊക്കെ. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ 2-3 പച്ചമുളക്, 3-4 പച്ചമുളക്, കറിവേപ്പില, പത്രയും എടുത്ത് നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉരുളിയിലേക്ക് സവാള ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ലോണം തിരുമ്മണം. എന്നാലാണ് ഈ സവാളയുടെ നീരൊക്കെ ഇറങ്ങി സവാള നല്ല സോഫ്റ്റാകും. അപ്പോൾ ഈ കറിയിലെ ടേസ്റ്റ് വന്നത്, ഈ മാങ്ങക്കറിക്ക് ടേസ്റ്റ് വന്നത് ഈ സവാളയൊക്കെ നമ്മൾ നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മി യോജിപ്പിക്കുമ്പോഴാണ്. എന്നിട്ട് നന്നായിട്ട് സോഫ്റ്റാക്കണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളക്, ഇഞ്ചിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മി യോജിപ്പിക്കണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ മീൻ കറി വെക്കുമ്പോഴായാലും ഇങ്ങനെ കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെയാണ് മീൻ കറി വെക്കണതും മാങ്ങക്കറി വെക്കണതും. അപ്പോൾ അങ്കമാലി മാങ്ങക്കറിയൊക്കെ ഞാൻ ഇതിക്കും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ മാങ്ങക്കറി വെക്കാത്തവർ ഇങ്ങനെ വെച്ച് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ നല്ല തിക്കായിട്ടുള്ളതൊക്കെ എടുക്കണം. നല്ല വിളഞ്ഞ തേങ്ങ നോക്കി എടുക്കണം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് മല്ലിപ്പൊടി ഞാൻ കൂടുതൽ ചേർക്കാനുള്ള. അപ്പോൾ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 3 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയാണ് എടുത്തേക്കണത്. കൂടുതൽ പൊടികൾ ഇടേണ്ട ആവശ്യമില്ല. പൊടികളുടെ കുത്ത് നിൽക്കും. ഇതിൽ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ ഉണ്ടാവേണ്ടത് ഈ മാങ്ങക്കറിക്ക്. പിന്നെ നമ്മൾ മാങ്ങക്കറി വെച്ച് കഴിയുമ്പോൾ ചെറുതായിട്ട് ലൂസായിട്ട് തോന്നുമെങ്കിലും അതിരിക്കും തോറും നന്നായിട്ട് കുറുകി വരും. അപ്പോൾ നമ്മൾ ഇത് വെച്ചതിന് ശേഷം പിറ്റേ ദിവസമൊക്കെ കൂട്ടുമ്പോഴാണ് അടിപൊളി ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യാം. അതിന് ശേഷം പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. പച്ചവെളിച്ചെണ്ണയൊക്കെ കുറച്ച് കൂടുതൽ ഒഴിക്കണം. എന്നാലാണ് ഈ കറിക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുന്നത്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ ആ വിനാഗിരി കുറച്ച് ചേർത്തിട്ടുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ഈ പൊടികളുടെ മിക്സിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പം എൻ്റെ ഇടത്തെ കയ്യിൽ ക്യാമറയും കൂടിയുള്ള ഫോണുള്ള കാരണമാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോണത്. ഞാനിപ്പോൾ സ്റ്റാൻഡുമ്മല്ല വെച്ചേക്കണത്. അപ്പോൾ അത് ഡിസ്റ്റർബൻസ് ആയെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് തേങ്ങ അടിച്ചൊഴിക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരു മീഡിയം സൈസിലെ 2 തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ പുറത്തുള്ള കറുപ്പൊന്നും കളയാതെ തന്നെ അടിച്ചെടുത്ത് മടിയായിട്ട്. അപ്പം എനിക്ക് ആ കറുപ്പ് ഇരിക്കണത് ഇഷ്ടമല്ല. പക്ഷേ ഞാനിപ്പോൾ ഇന്ന് അതൊക്കെ ചേർത്താണ് അടിച്ചെടുത്തേക്കണത്. തേങ്ങാപ്പാലെടുത്ത് നമ്മൾ 2-ാം പാലിലാണ് ഈ മാങ്ങ വേവിക്കണത്. പിന്നെ തലപ്പാലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഒഴിച്ചതിന് ശേഷം ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്ന് നോക്കിയിട്ട് നമുക്ക് അടപ്പത്ത് വയ്ക്കാം. അപ്പം നമ്മൾ ഈ കറി ഇത്തിരി കൂടുതലായിട്ടാണ് വെച്ചേക്കണത്. ഇപ്പോൾ 2-3 ദിവസം നമുക്കത് കൂട്ടാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ചാറ് കറിയാണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം പച്ചക്കറികൾ കാരണം മീനൊന്നും വെക്കാൻ പറ്റാത്ത കാരണം ഇത് തന്നെ നമുക്ക് എപ്പോഴും ചാറ് കറി വെക്കാതെ ഇങ്ങനെ ഒരു കറി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2-3 ദിവസം കൂട്ടാൻ പറ്റും. പിന്നെ എന്തെങ്കിലും ഒരു തോരനോ ഉലർത്തിയതോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് കറികൾ കൂട്ടാൻ പറ്റും. അപ്പോൾ അത് നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ തലപ്പാലും കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ലൂസായിട്ട് തോന്നുമെങ്കിലും ഇരിക്കും തോറും നന്നായിട്ട് കുറുകി വരും. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഈ കറിക്ക്. ഇത് അധികം പുളിയില്ല, എന്നാൽ അത്യാവശ്യത്തിന് ചെറുതായിട്ടൊരു പുളിയുമുണ്ട്. അങ്ങനത്തെ നല്ല കറിയാണ്. പിന്നെ നമുക്ക് ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി മൂപ്പിച്ച് അതും കൂടി ഒഴിച്ചപ്പോൾ നമ്മുടെ മാങ്ങാക്കറി ഇവിടെ റെഡിയാണ്. പിന്നെ നമുക്ക് കോളിഫ്ലവർ ഉലർത്തിയെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത് നമ്മൾ അരിഞ്ഞ് ചൂടുവെള്ളത്തിൽ ഒരു ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒരു അരമണിക്കൂർ വരെ ഞാനിത് വെച്ച് അതിന് ശേഷം 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം പിന്നെ നമ്മൾ ഇതൊന്ന് വാട്ടിയെടുക്കാൻ വേണ്ടി, ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയും പിന്നെയും ഇട്ടിട്ട് നമുക്കൊന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. ഇത് ഒന്ന് 2-3 തള വരെ വേവിച്ചതിന് ശേഷം നമുക്ക് ഊറ്റിയെടുക്കാം. പിന്നെ അതിലൊക്കെ നമ്മളൊരു സവാള, പച്ചമുളക്,
പിന്നെ വെളുത്തുള്ളി, കറിവേപ്പില ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്ക് വേറൊരു പാനിൽ വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് കോളിഫ്ലവർ ഇതിൻ്റെ വേവൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വഴറ്റിയെടുത്താൽ മതി. പിന്നെ അതിലേക്ക് തക്കാളിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഇളക്കണത് എൻ്റെ കൈയല്ല, ഇത് മരുമോളുടെ കൈയാണ്. അവളാണ് ഈ കറി വെക്കണത്. എല്ലാ പാചകങ്ങളും ഒക്കെ അവൾക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ഇപ്പോൾ അവൾ ജോലി റിസൈൻ ചെയ്തേക്കാണ്. അപ്പോൾ അവൾ ഇപ്പോൾ കാനഡയിലേക്ക് അടുത്ത മാസം പോകും. അപ്പോൾ ജോലി റിസൈൻ ചെയ്തിപ്പോൾ ഇങ്ങനെ ഓരോ നമ്മളെ കൂടെയൊക്കെ നിന്നെല്ലാം ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളാണ് ഇപ്പോൾ ഈ കറി വെച്ചത്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവൾ MBA ആണ് പഠിച്ചേക്കണത്. അപ്പോൾ അതനുസരിച്ച് കാനഡിയൻ കമ്പനിയിലാണ് അവൾ വർക്ക് ചെയ്ത് തരുന്നത് നാട്ടിൽ. ഇപ്പോൾ റിസൈൻ ചെയ്തിട്ട് ഇനി അവിടെ ചെല്ലുമ്പോൾ ഈ ജോലിയിൽ പ്രവേശിക്കണം. അപ്പോൾ അടുത്ത മാർച്ച് മാസത്തിൽ അങ്ങോട്ട് പോകും. അപ്പോൾ അത്രയും നാൾ നമ്മുടെ കൂടെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ നമ്മുടെ പൊടികളും കൂടി ചേർത്തിട്ടുണ്ട്. മസാലപ്പൊടി കൂടുതൽ ചേർക്കണം. പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ട് തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ചെറുതിയിലിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ഈ കോളിഫ്ലവർ ഊറ്റി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം. ഇപ്പോൾ കോളിഫ്ലവറിൻ്റെ വേവൊക്കെ കഴിഞ്ഞേക്കണ കാരണം ഈ ഗ്രേവിയിലൊന്ന് മിക്സ് ചെയ്താൽ മതിയാകും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലഞ്ച് റെസിപ്പീസ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറുതിയിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് നേരം കൂടി നമുക്കൊന്ന് ഇത് കുക്ക് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഈ കോളിഫ്ലവറിൽ പിടിച്ചിട്ട് നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ മരുമോളാണ് ഇതൊക്കെ ഇങ്ങോട്ട് എടുത്തിടണത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ഇപ്പോൾ ഇടയ്ക്ക് കുറേ നാൾ ഇടാതെയൊക്കെ കാരണം സബ്സ്ക്രൈബൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ ലൈക്ക് ചെയ്യണ എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ ഇത്രയും നാൾ തന്ന സപ്പോർട്ടിനൊക്കെ ഞാൻ വളരെയധികം നന്ദി പറയുന്നു. അപ്പോൾ ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം, എന്നാലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും എല്ലാവരും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എനിക്കിപ്പോൾ ഇത്തിരി തിരക്കായ കാരണം ഞാൻ കുറേ പേർക്കൊക്കെ കമൻ്റ് ഇടാറുണ്ട്. എന്നാലും കമൻ്റ് ഇടാത്തവരും പരിഭവിക്കരുത്. നിങ്ങളും കമൻറ്റും ലൈക്കൊക്കെ ചെയ്യണം. അപ്പോൾ എനിക്ക് പറ്റാവുന്ന പോലെ ഞാൻ ഇനിയും വീഡിയോകളിടും. അപ്പോൾ ഇപ്പോൾ ഇച്ചിരി തിരക്കായതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്ക് 2-3 ദിവസം കൂടുമ്പോഴാണ് വീഡിയോ ഇടാൻ പറ്റാറുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ എല്ലാവരുടെയും വീഡിയോ ഒക്കെ ഞാൻ കാണാറുണ്ട്. വെറൈറ്റി വീഡിയോസും എല്ലാവരും ഒരുപാട് ഉപകാരമുള്ളതാണ്. അപ്പോൾ നമുക്കിനിയും അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമുക്കിന്ന് ലഞ്ചിന് മാങ്ങക്കറിയും കോളിഫ്ലവർ കറി വെച്ചതുമാണ്. പിന്നെ നമുക്ക് മാങ്ങച്ചാറുണ്ട്. പിന്നെ നെല്ലിക്ക ഉപ്പിലിട്ടതുണ്ട്, അത് മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാങ്ങച്ചാറ്, പിന്നെ പപ്പടം വറക്കാനുണ്ട്, ഇഞ്ചിക്കറി ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് വിഭവങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഒരുപാട് നന്ദി.